അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ചുരിദാറിൻ്റെ അല്ലെങ്കിൽ സ്ലിറ്റ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ പീസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബോഡി പീസ്, സ്ലീവ്, ക്യാൻവാസ്, ഇത്രയും നമുക്ക് വേണ്ടു. അപ്പോൾ ഏറ്റവും ആദ്യം ക്യാൻവാസിനെ എടുക്കുക. നമ്മൾ സൈഡിൽ സ്പേസ് ഇട്ടിട്ടുണ്ടല്ലോ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്, അത് തയ്ച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ മടക്ക് പോലെ വരുമോ അല്ലെങ്കിൽ ചുളിഞ്ഞു പോകുന്നോ ഒക്കെ തോന്നുവാണെങ്കിൽ ആ സൈഡ് വശം ഒന്ന് ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തെടുക്കുവാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ നമുക്കത് തയ്ച്ചെടുക്കാൻ വേണ്ടി പറ്റുമേ. കൂടുതലും ഈ റൗണ്ട് ഷേപ്പ് വരുന്നിടത്തായിരിക്കും ഇങ്ങനെ ചുളിഞ്ഞ് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. അതേപോലെ നമുക്ക് സമയവും നൂലും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചെയിൻ സ്റ്റിച്ച് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു ക്യാൻവാസ് അടിച്ചിട്ട് നമ്മളത് കട്ട് ചെയ്യാതെ കണ്ട് അടുത്തത് അടിക്കുക. അങ്ങനെ നമുക്ക് എത്രത്തോളം തയ്ക്കാൻ പറ്റുന്ന അത്രയുണ്ടോ അത് തയ്ക്കുക. കട്ടിങ് ഒഴിവാക്കിയിട്ട് എത്രത്തോളം മാക്സിമം നമുക്ക് തയ്ക്കാൻ പറ്റുന്നതുണ്ടോ അതെല്ലാം ഒരൊറ്റ സ്ട്രെച്ചിൽ അടിക്കുന്ന പോലെ ചെയ്യാം. ഞാനിവിടെ ലൈനിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ 2 ക്യാൻവാസ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 2 സ്ലീവിൻ്റെ താഴെ വശം മടക്കി അടിക്കുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ആ നെക്കിൻ്റെ പാറ്റേൺ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഭയങ്കര പ്രത്യേകതകളൊന്നും തന്നെ ഇല്ല. സ്ലീവ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഇഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതപ്പോൾ അര ഇഞ്ച് മടക്കി തയ്ക്കുവാണേ. ഞാൻ ഈ സമയത്തൊക്കെ തയ്ക്കുന്ന സ്റ്റിച്ചിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 3 ഇഞ്ചാണ്. ഞാനിതിവിടെ പറയാനൊരു കാര്യമുണ്ട്. അത് ഞാൻ ആ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഭാഗം എത്തുമ്പോഴേക്കും പറയാം കേട്ടോ. ഈ 3 ഇഞ്ച് സ്റ്റിച്ച് ലെങ്ത് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത് ആണ് കേട്ടോ. ഒരുപാട് കൂടുതലും അല്ല, എന്നാൽ ഒരുപാട് കുറവുമല്ല. നമ്മൾ ഈ റെഡിമെയ്ഡൊക്കെ ചിലത് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാം അതിൻ്റെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് സ്വല്പം കൂടുതലായിരിക്കും. അത് വേഗത്തിൽ സ്റ്റിച്ച് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു കട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇത് തുന്നൽ കഴിഞ്ഞ് പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് മൊത്തത്തിൽ കഴിഞ്ഞ് പോവും, സ്റ്റിച്ച് ലെങ്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ. അപ്പം അത് മടക്കിയെടുപ്പെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസിൻ്റെ സെൻറ്റർ ഭാഗം ഒരു നോച്ച് ഇട്ടെടുക്കുക, ഒരു ചെറിയ കട്ട് ഇട്ടെടുക്കുക. നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിലും ചെയ്തെടുക്കാം. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് സെൻറ്റർ ടു സെൻറ്റർ മാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാറിപ്പോകുമെന്ന് ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഞാൻ കണ്ടതായിരുന്നു. അതായത് തയ്ച്ച് കഴിയുമ്പോഴത്തേനും ഷോൾഡറിൻ്റെ വിഡ്ത്ത് കൂടിയും കുറഞ്ഞും വരുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് ഫ്രണ്ടിൽ കിട്ടുന്ന ഷോൾഡറിൻ്റെ വിഡ്ത്ത് നമുക്ക് ബാക്കിലും കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് 2-3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും മാർക്ക് ചെയ്യുന്ന ആ നെക്കിൻ്റെ വൈഡ് ഉണ്ടല്ലോ അത് സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മൾ മാക്സിമം ഷോൾഡർ ബ്രിഡ്ജ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസം വന്നേക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മൾ സെൻറ്ററിൽ കട്ടിട്ട് കൊടുത്തിട്ട് അല്ലെങ്കിൽ നോച്ച് ഇട്ട് കൊടുത്തിട്ട് ടോപ്പിൻ്റെ ആ സെൻറ്റർ ഭാഗവും ക്യാൻവാസിൻ്റെ ആ സെൻറ്റർ ഭാഗവും കറക്റ്റാക്കി വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഫ്രണ്ട് പീസാണ് ആദ്യമേ റെഡിയാക്കിയതെന്ന് വിചാരിക്കും. ഇനി നമ്മൾ ബാക്ക് പീസ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ ബാക്ക് പീസിൽ ക്യാൻവാസ് ഇങ്ങനെ സെൻറ്റർ ടു സെൻറ്റർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലത്തെ ആ ഷോൾഡർ ഫിനിഷ് ചെയ്തിടില്ല, മടക്കി അടിച്ചിടാം. നെക്ക് ഫിനിഷ് ചെയ്തിട്ട് മടക്കി അതൊന്ന് വെച്ച് നോക്കണം, കറക്റ്റാണോ ഷോൾഡറിൻ്റെ വിട്ട് വരുന്നതെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ചെറിയ വേരിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സ്വല്പം കൂട്ടിയോ കുറച്ചോ എടുക്കാനാണെങ്കിൽ ക്യാൻവാസിൻ്റെ ഇങ്ങോട്ടാണെങ്കിലും ഒരു തുള്ളി അടിക്കാം, അല്ലെങ്കിൽ അകത്തോട്ടാണെങ്കിലും നമുക്ക് മാറ്റി അടിക്കാം. അത് പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷെ നമ്മളെല്ലാം കഴിഞ്ഞ് ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോഴാണ് വേരിയേഷൻ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കുമ്പം സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഷോൾഡറിൻ്റെ സൈഡിലായിരിക്കും ഇത് കൂടിയും കുറഞ്ഞ് നിൽക്കുന്നുണ്ടാവുക. അവിടെ കൊണ്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പോൾ പൊതുവേ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ വരുന്നൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സ്ലീവ് ഷോൾഡറിൻ്റെ അങ്ങോട്ടേക്ക് കയറിപ്പോവും, മുകളിലേക്കായി പോവും. കറക്റ്റ് ഷോൾഡർ വന്ന് നിൽക്കുന്നതിന് പകരം സ്വല്പം ഷോൾഡറിൻ്റെ മുകളിലേക്ക് കയറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയുന്നത് ചെറിയ വ്യത്യാസമാണെങ്കിൽ അത് പ്രശ്നമല്ല. പക്ഷേ ചില കേസിൽ നമുക്ക് 1/2 ഇഞ്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോഴൊക്കെ നമ്മൾ ആ തയ്ക്കുന്നതിൻ്റെ സമയത്ത് മിസ്റ്റേക്ക് കൊണ്ട് വരാറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പോയാൽ ഇങ്ങനെ ഒരു പ്രശ്നവും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ റൗണ്ട് നെക്കാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ബാക്കിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ ഞാൻ പണ്ടത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഭായിമാർ
സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ഈ റൗണ്ട് നെക്കിൽ ഇവർ നോച്ചസ് ഇട്ട് കൊടുക്കാറില്ല. ഞാനാണെങ്കിൽ എല്ലായിടത്തും നോച്ച് ഇട്ട് കൊടുക്കും. ഇവരങ്ങനെ നോച്ച് ഇട്ട് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. പകരം ഈ ക്ലോത്തിനെ ഇങ്ങനെ ക്യാൻവാസ് വരുന്നിടത്ത് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്ത് ഒറ്റ ലൈൻ പോലെ വലിച്ചു പിടിക്കും. അപ്പോൾ നന്നായിട്ടത് ടേൺ ചെയ്യാൻ വേണ്ടി പറ്റുവേ. ഞാനാണെങ്കിൽ അതൊക്കെ ആദ്യമായിട്ട് കാണുന്ന കാഴ്ചകളായിരുന്നു. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് എനിക്കതങ്ങോട്ട് ശരിയായി കിട്ടിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം കറക്റ്റായിട്ടോ, ഞാൻ വലിക്കുന്ന ടെക്നിക്ക് കിട്ടി. ഇത് പക്ഷേ ഈ പറയുന്ന പോലെ യു ഷേപ്പോ അല്ലെങ്കിൽ ചെറിയൊരു ഷേപ്പിലൊക്കെ നമുക്കിത് പറ്റുള്ളൂ. കണ്ടമാനം വലിച്ചു കൊടുക്കാനും പാടില്ല. അപ്പോൾ ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പീസാണ്. ഫ്രണ്ട് പീസിൽ നെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. നെക്കിൽ ഞാൻ കട്ടിങ്ങിൽ കാണിച്ചു തന്ന പോലെ തന്നെ സ്കാലപ്പാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കുറച്ച് കൊടുക്കുക. ഒരു 2.5 2.25 ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. എന്തിനാന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്കാലപ്പിൻ്റെ ആ ഷേപ്പ് കൃത്യമായിട്ട് എടുക്കാനും ആ പോയിൻ്റ് വരുന്നിടത്തൊക്കെ കൊണ്ട് ഷാർപ്പിൽ കൊണ്ട് നിർത്താനും പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ബാക്കിൽ ചെയ്ത പോലെ തന്നെ സെൻറ്റർ ടു സെൻറ്റർ നോച്ച് കറക്റ്റ് മാച്ച് ചെയ്ത് കൊടുത്തിട്ട്, ഇതിപ്പോൾ ഉണ്ടല്ലോ ഈ സ്കാലപ്പ് വരുന്നതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തെന്നി പോവുക എന്നുള്ളത്. അപ്പോൾ തെന്നി പോവാതിരിക്കാൻ ആദ്യമേ തന്നെ ഞാൻ സെൻറ്ററിലൊരു ലൈൻ പോലെ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കേട്ടോ. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിനി തയ്ച്ചു തുടങ്ങാം. അപ്പോൾ തയ്ക്കുമ്പോൾ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ഓരത്ത് കൂടെ ആയിട്ട് തയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓരത്തെന്ന് പറഞ്ഞാൽ തുണിയിലായിരിക്കണം സ്റ്റിച്ച് വീഴേണ്ടത്. ക്യാൻവാസിൻ്റെ തൊട്ടരികത്തൂടെ ക്യാൻവാസിലേക്ക് നൂല് കയറിപ്പോരുത് കേട്ടോ. അങ്ങനെ ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻവാസിനെ ടേൺ ചെയ്തെടുക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. തുണി പോലെ വഴങ്ങുന്നൊരു സാധനമല്ല ക്യാൻവാസ്. അത് നല്ല സ്റ്റിഫായിട്ടുള്ളൊരു സംഗതി ആയതുകൊണ്ട് തന്നെ നമ്മൾ ക്യാൻവാസിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിത് തിരിച്ച് വെക്കാൻ വേണ്ടി നല്ല വശത്തേക്ക് മറിച്ച് കഴിയുമ്പോഴേക്കും ഇത് ഒരു ബുദ്ധിമുട്ടാണ് തിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കുറവ് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് സ്കാലപ്പിൻ്റെ ആ ഷേപ്പ് നമുക്കിങ്ങനെ ചരിച്ചും തിരിച്ചും ഒക്കെ വഴക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. സ്റ്റിച്ചിൻ്റെ ലെങ്ത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത്രയും ആ ഷേപ്പിലേക്ക് നമുക്ക് റൗണ്ടൊക്കെ വരുന്ന ആ ഷേപ്പിലേക്ക് എടുക്കാൻ വേണ്ടി പറ്റത്തില്ല. അതേപോലെ ഷാർപ്പ് എഡ്ജൊക്കെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോർഷനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ഈ പറയുന്ന പോലെ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം നിങ്ങൾ സ്റ്റിച്ചിൻ്റെ ലെങ്ത് കുറയ്ക്കുന്നത് നല്ലതാണ്. കാരണം ആ ഷേപ്പ് ഓരോ പോയിൻ്റായിട്ട് നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഞാനീ പറഞ്ഞത് ഈ ക്യാൻവാസ് ഉപയോഗിച്ച് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കുമല്ലോ, ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയടിക്കുന്ന അങ്ങനെയുള്ള കാര്യത്തിലാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെറിയൊരു 1/4 ഇഞ്ച് സ്പേസ് മാതിരി ഇട്ടിട്ട് ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ട്രിം ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ഷാർപ്പായിട്ടുള്ള ഭാഗത്തൊക്കെ നോച്ചസ് ഇട്ട് കൊടുക്കണം. കേർവ്സ് വേണ്ടിടത്തും പോയിൻ്റ് വേണ്ടിടത്തും എല്ലാം നമ്മൾ നോച്ചസ് ഇട്ട് കൊടുക്കണം. ഷാർപ്പായിട്ട് നിൽക്കുന്നിടത്തും ഒക്കെ നോച്ചസ് ഇട്ട് കൊടുക്കുക. എന്നാൽ മാത്രമേ തുണി നല്ല രീതിയിൽ തിരിഞ്ഞു വരുള്ളൂ കേട്ടോ. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ഈ സ്കാലപ്പ് പല ഡിസൈൻ സ്കാലപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ നല്ല ട്രെൻഡിങ്ങും പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു ഡിസൈൻ തന്നെയാണ് കേട്ടോ. ഒരുപാട് പേര് ബ്ലൗസിലും ഒക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയാണ് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. സ്വല്പം സമയം എടുക്കുന്നൊരു കാര്യമാണ്. അതായത് നോർമൽ എന്തെങ്കിലുമൊക്കെ നെക്ക് ചെയ്യുന്നതിനേക്കാളും സ്വല്പം സമയം എടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട് പാടായിരിക്കും കേട്ടോ. ഇങ്ങനെ സ്കാലപ്പൊക്കെ വരുമ്പോഴത്തേനും മറ്റുള്ള ഷേപ്പുകളെ പോലെ നമുക്ക് പതിച്ചടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും പ്രസ് ചെയ്യണം, അയൺ ചെയ്ത് പ്രസ് ചെയ്തെടുക്കണം കേട്ടോ. അതാകുമ്പോൾ ആ ഷേപ്പ് അങ്ങനെ അങ്ങ് നിന്നോളും, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള നെക്കിൻ്റെ ആ ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ പ്രസ്സിങ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ജസ്റ്റ് അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ ഒന്ന് ചൂട് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ 2 നെക്കും ഫിനിഷ് ചെയ്ത് നന്നായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ നോക്കിയെടുത്തോളം ഏറ്റവും സിമ്പിളായിട്ട് നല്ലപോലെ ഷോൾഡർ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഈ കാണിക്കുന്നത്. അതായത് 2 ഫ്രണ്ടിലെ അതെ ബാക്കിലെ അതെ ക്യാൻവാസുകൾ തമ്മിൽ ഓപ്പൺ ചെയ്ത് വെക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ ആ നെക്ക് കൃത്യം ഫ്രണ്ടിലെയും ബാക്കിലെയും നെക്കുകൾ കറക്റ്റ് മാച്ചാക്കി വെച്ച് കൊടുത്തിട്ട് ഓപ്പൺ ചെയ്യാം.
എന്നിട്ട് നമ്മൾ 1/2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എത്രയാണോ കൊടുത്തേക്കുന്ന തയ്യൽ തുമ്പ് അതനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒറ്റ സ്ട്രെച്ചിൽ എവിടെയും മടക്കമൊന്നും വേണ്ട, നേരെ ക്യാൻവാസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് ഒറ്റ സ്ട്രെച്ചിൽ തയ്ച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പൊടിക്കാണെങ്കിലും നിങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഈ ഷോൾഡറിൽ എടുത്ത് നിൽക്കില്ല എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഷോൾഡർ തയ്ക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ അത് നീങ്ങിയിരിപ്പുണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസം വന്നാൽ അങ്ങനെ അറിയാൻ പറ്റില്ല. നല്ലൊരു മെത്തേഡാണ് കേട്ടോ ഇത്. ഇതൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. ഇതിൽ ആകപ്പാടെ ശ്രദ്ധിക്കേണ്ടത് നെക്ക് രണ്ടിടത്തെയും ഫ്രണ്ടിലെയും ബാക്കിലെയും ക്യാൻവാസിൻ്റെ നെക്കുകൾ കറക്റ്റായിട്ടല്ലേ മാച്ചായി നിൽക്കുന്നത്. അതേപോലെ തന്നെ ഷോൾഡറിൽ അധികം വ്യത്യാസം ഇല്ലല്ലോ എന്നുള്ളതും ചെക്ക് ചെയ്യാൻ മതി. ഇനി അധികം വ്യത്യാസം ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കട്ടിങ്, അതായത് ആ നെക്ക് ചെയ്തപ്പോഴെന്തോ വന്ന മിസ്റ്റേക്ക് ആയിരിക്കണം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകപ്പാടെ ഈ പറഞ്ഞ പോലെ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് കൂടി നിൽക്കുവാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഷോൾഡർ പോർഷൻ തയ്ക്കുമ്പോൾ ഒറ്റ സ്റ്റിച്ച് മാത്രമല്ല 2-3 സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 2 സ്റ്റിച്ചും പിന്നെ ഒരു ഓവർലോക്കുമാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, നെക്കൊക്കെ നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. കഴുത്തിൻ്റെ വശം. ഇനി നമുക്ക് സ്ലീവ് തയ്ക്കാവേ. സ്ലീവ് തയ്ക്കുമ്പോൾ ചുരിദാർ ടോപ്പിൻ്റെ നല്ല വശം മുകളിൽ വരുന്ന പോലെ വെച്ച് കൊടുക്കുക. സ്ലീവ് മുകളിൽ വരുന്ന പോലെ വെച്ച് കൊടുക്കുക. സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും. അപ്പോൾ 2 സൈഡുകൾ തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും മാറിപ്പോരുത്. മാറിപ്പോയാൽ നമ്മൾ കൈക്കുഴി കുഴിച്ച് കെട്ടിയേക്കുന്നിടം മാറിപ്പോവും. അപ്പം എന്തെങ്കിലുമൊക്കെ മാർക്കിങ് ചെയ്ത് ഓർമ്മയിൽ നിൽക്കാൻ പാകത്തിന് എന്തെങ്കിലും ഒരു മാർക്കിങ് ചെയ്തിട്ട് തയ്ക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്ലീവ് തയ്ക്കാറെന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ നിന്ന് തയ്ച്ച് തുടങ്ങി സെൻറ്റർ കൊണ്ടുവന്ന് അവിടെ നിന്ന് അടുത്ത അറ്റത്തേക്ക് ഇങ്ങനെയാണ് തയ്ക്കാറ്. പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല, ഞാനിങ്ങനെ സ്ലീവിനെ കയ്യിൽ ചുരുട്ടി പിടിക്കും. അപ്പോൾ എനിക്കത് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. അതുപോലെ തന്നെ ചിലർ പറയുന്ന സ്ലീവ് താഴെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്ച്ച് നോക്കി നോക്കും. പക്ഷെ ഞാനങ്ങനെ ചെയ്തിട്ടൊന്നും എനിക്ക് സെറ്റായിട്ടില്ല കേട്ടോ. അപ്പോൾ സ്ലീവും 2 സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് പറ്റുവാണെങ്കിൽ ഓവർലോക്ക് കൂടെ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓവർലോക്ക് ചെയ്തെടുത്തുകൊണ്ട് വരാവേ. അപ്പോൾ സ്ലീവ് ജോയിൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ സൈഡ് അടിക്കുക, ബോഡി പീസിൻ്റെ സൈഡ് അടിക്കുക. അപ്പോൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് വെച്ചാണ് കേട്ടോ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഹിപ്പിൻ്റെ അവിടെ, സ്ലിറ്റിൻ്റെ അവിടെ മാത്രമാണ് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഒന്ന് ട്രേസ് ചെയ്യുകയാണെങ്കിൽ, ട്രേസിങ് വീലോ മറ്റോ യൂസ് ചെയ്തിട്ട് ട്രേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വരയ്ക്കുന്ന അതേ മാർക്കിങ് നമുക്ക് താഴത്ത് ഒരു 4 ലെയർ വരേക്ക് സുഖമായിട്ട് അതിൻ്റെ ഇപ്പുറം അതിൻ്റെ മാർക്കിങ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇൻ കേസ് നിങ്ങളത് എന്താ പറയുക, ട്രേസിങ് ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ ആ ടൂള് കയ്യിലില്ല എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ എത്രയാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്ത 1.5 ഇഞ്ച്, അപ്പോൾ അത് വെച്ചിട്ട് ആവശ്യമുള്ളിടത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് തയ്ച്ചെടുത്താൽ മതി. ഞാൻ പൊതുവേ മെയിനായിട്ടൊരു 3 സൈഡിലാണ് ശ്രദ്ധിക്കാറ് ഇങ്ങനെ തയ്ക്കുമ്പോഴത്തേനും. ഒന്ന് സ്ലീവിൻ്റെ ആ സ്റ്റാർട്ടിങ്, പിന്നെ ആം ഹോളിൻ്റെ ആ പ്ലസ് വരുന്നിടത്ത്, അതേപോലെ തന്നെ സ്ലിറ്റ് അവസാനിക്കുന്നിടത്തും. അപ്പോൾ ഈ 3 പോയിൻറ്റ്സ് നമുക്ക് കറക്റ്റായിട്ട് മാച്ച് ചെയ്യിക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമായിരിക്കും കേട്ടോ അത്. അപ്പോൾ സ്ലീവിൻ്റെ സ്റ്റാർട്ടിങ് അത്ര വലിയ പ്രശ്നമായിരിക്കില്ല. പക്ഷെ നമ്മൾ ആം ഹോളിൻ്റെ അങ്ങോട്ടേക്ക് വരുമ്പോഴായിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട്, കറക്റ്റ് അതൊക്കെ ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യാറുള്ളൊരു കാര്യം, ഒരേ ഒരു കാര്യം, ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നല്ല വശത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന തയ്യൽ തുമ്പ് ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം മാച്ചിങ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് റോങ് സൈഡിൽ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ വരച്ച ഭാഗത്തൂടെ ട്രേസിങ് വീൽ യൂസ് ചെയ്തിട്ടൊന്ന് മാർക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ആ ട്രേസ് ചെയ്തതിൻ്റെ ആ മാർക്കിങ് കാണും. അപ്പോൾ നമുക്ക് ഈ ചോക്ക് എടുത്ത് വരയ്ക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ജസ്റ്റ് അത് നോക്കി അങ്ങ് മാച്ചാക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അതേപോലെ നമ്മൾ ആ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതിന് നമ്മൾ എത്രയാണോ സീം അലവൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അത് 2 സൈഡിലും ഈക്വൽ ആയെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്ലസ് കറക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. ഒരിടത്തൊരു 1/4 ഇഞ്ചുമാണ്, ഇപ്പുറത്തൊരു 1/2 ഇഞ്ചുമാണ് വന്നേക്കുന്നതെങ്കിൽ അതിൽ ഏറ്റക്കുറച്ചിൽ വരും. അതേപോലെ 1.5 ഇഞ്ചല്ലേ നമ്മൾ ഷേപ്പിൻ്റെ അങ്ങോട്ടേക്ക്
അതിപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ ബസ്റ്റിൻ്റെ അവിടെ നിന്നും വേസ്റ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയല്ലേ കൊടുത്തിരുന്നത്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കാണ്ട് ഒരു ചെറിയ വളച്ച്, അതായത് വയറിൻ്റെ ആ വശം വരുന്നിടത്ത്, ആ വളവ് വരുന്നിടത്ത് മാത്രം ഒന്ന് വളച്ച് കൊടുത്തിട്ട് പതുക്കെ തയ്ച്ചെടുത്താൽ മതിയേ. അതേപോലെ സ്ലിറ്റിൻ്റെ അവിടെ ഞാൻ 1 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്നും പ്രശ്നമല്ല, അത് നോക്കി അങ്ങ് അടിച്ചെടുത്താൽ മതി. ഞാനിത് ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മാർക്ക് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളേ. സ്ലിറ്റ് അവസാനിക്കുന്നിടത്ത് നമ്മൾ കെട്ടിട്ട് നിർത്തണം, ലോക്ക് ചെയ്തിട്ട് നിർത്തണം. ഇതേപോലെ തന്നെ 2 വശത്തും, ഇപ്പോൾ ഒരു സൈഡായി, ഇതേപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും നമ്മൾ തയ്ക്കണം. എന്നിട്ട് ചിലപ്പോൾ നമുക്ക് 1-2 സ്റ്റിച്ച് അധികമായിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യമേ ഒരൊറ്റ സ്റ്റിച്ച് ഇട്ടിട്ട് സ്റ്റിച്ചൊക്കെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് 2-3 സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. ഇനി നമുക്ക് സ്ലിറ്റ് തയ്ച്ചെടുത്താൽ മതി. 2 രീതിയിൽ നമുക്കിത് ചെയ്യാം. ഒന്ന് ഡബിൾ ഫോൾഡഡ് മെത്തേഡ് എന്ന് പറയും, 3/4 ഇഞ്ച് ഉള്ളിലേക്കാക്കി 1/4 ഇഞ്ച് മടക്കി, അങ്ങനെ. അല്ലാതെ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ അരയിഞ്ച് എങ്ങനെ വേണമെങ്കിലും നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം ഒരു റീലായിട്ടോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇടാം. കാരണം അതിൻ്റെ ഫൈനൽ ഒരു വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ ഫോട്ടോ എടുക്കാനോ ഒന്നും എനിക്ക് പറ്റിയില്ല. അപ്പോൾ ആളത് ഇട്ട് തരുന്ന മുറയ്ക്ക് ഞാനത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ശരി, നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരെയ്ക്കും ടാറ്റാ.